ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണുമായൊരു സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. മനോഹറിന്റെ പുതിയ ഭാര്യ നിഷയാണെന്നുള്ളത്. എന്തായാലും നിഷയ്ക്ക് കിട്ടേണ്ട പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ നിഷയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് നിനക്ക് കിട്ടിയ ഭർത്താവ് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു തരം ആക്കിയ മാതിരിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ നിഷയ്ക്ക് മനസ്സിലാകുന്നില്ല. അത് എനിക്ക് കിട്ടിയ ജീവിതം ഏറ്റവും നല്ലത് തന്നെയൊക്കെയാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മനോഹറിന്റെ മുഖത്തെ പാടൊക്കെ കാണുമ്പോൾ നിഷ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് മറുപടി തന്നെ, രക്ഷപ്പെടാൻ വേണ്ടി പല നുണകളും പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തായാലും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അവിടേക്ക് അമേരിക്കയിലേക്ക് പോകുമ്പോൾ വലിയൊരു സ്വീകരണമൊക്കെ തന്നെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു പൊള്ളയായ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോഹർ. അതിനുശേഷം കല്യാണിയും കിരണും നേരെ പോകുന്നത് ഷോപ്പിങ്ങിലാണ്. അപ്പോൾ അവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ എത്തുമ്പോൾ അവിടെ കാർത്തികയും അതുപോലെ പ്രകാശനും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ടൊന്നും രണ്ടും പറയുന്നുണ്ട്. കാർത്തിക പറയാണ്, നിന്റെ അച്ഛനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, ആ അച്ഛനെ ഞാനിപ്പോൾ സ്വന്തം അച്ഛനായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കല്യാണിയുടെ മുഖത്ത് നോക്കിയിട്ട്. അതുപോലെ തന്നെ കാർത്തിക അങ്ങോട്ട് തിരിയുമ്പോൾ പറയുകയാണ്, ഇവള് എവിടെ പോയിട്ടും കാര്യമില്ല, ഡൽഹിക്കാ എവിടേക്ക് പോയിട്ടും കാര്യമില്ല, ഇവളെന്ന് പറയുന്നത് കിരണേ നിന്റെ ശാപമാണ് ഇവളെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാർത്തിക അമ്മയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ തുടങ്ങിയില്ല അമ്മേ, ഇനിയിപ്പോൾ ആ നാടകം അങ്ങനെ തന്നെ പോട്ടെ, അതിൻ്റെ ക്ലൈമാക്സ് എന്താവണമെന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കാർത്തിക അമ്മയോടായിട്ട് പറയുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്